പിന്നെ ദൃശ്യം 3 കണ്ടിട്ടാ അടിപൊളി, ഒരു രക്ഷയില്ല. എപ്പോഴത്തെയും പോലെ തന്നെ ദൃശ്യം ക്ലൈമാക്സ് കാണുമ്പോഴേക്ക് നമ്മളെ ഞെട്ടിച്ചെളിയുന്നുണ്ടല്ലേ യാസി? നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ? ഷിംജിത മുസ്തഫ അടിപൊളി വീഡിയോ ഒക്കെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോക്ക് താഴെ ഭയങ്കര സൈബർ ആക്രമണ. കാരണം ദീപക് എന്ന് പേരുള്ള നിരപരാധിയായ ഒരു യുവാവിൻ്റെ മരണത്തിന് കാരണം ഷിംജിത മുസ്തഫയുടെ ഒരു വീഡിയോ ആയിരുന്നു. കുറച്ചു കാലം ജയിലിൽ കഴിഞ്ഞു. എന്നിട്ട് ഇറങ്ങിയതിന് ശേഷം ഇവർ എന്ത് വീഡിയോ ഇട്ടാലും എന്ത് പോസ്റ്റ് ഇട്ടാലും ആളുകൾ മുഴുവനും ഇവരെ സൈബർ ആക്രമണം നടത്തും. നിനക്കിതിന് അവകാശമല്ല, നീ ഒരു പാവം നിരപരാധിയായ ദീപക് എന്നൊരു യുവാവിൻ്റെ ജീവൻ ഇല്ലാതാക്കിയ ഒരാളല്ലേ, നീ ഒരു കാലത്തും ഗുണം പിടിക്കൂല. അങ്ങനെ ഭയങ്കര സൈബർ ആക്രമണം നടത്തുന്നതിനാണ് കാര്യമായിട്ട് അങ്ങനെ ചില യാത്രകളുടെ വീഡിയോസ് വരില്ലേ. അങ്ങനെയാണ് ദൃശ്യം 3 എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിവ്യൂ ഇവർ പോസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു വീഡിയോൻ്റെ താഴെ ഒരുപാട് പേര്, കാരണം ദീപക്കിനെ അങ്ങനെ സ്നേഹിക്കുന്ന ആളുകളാണ്. ഒരു പക്ഷേ മലയാളി ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മുഖമാണ് ദീപക്കിൻ്റെ മുഖം. ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ബസ്സിൽ നിന്ന് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ആരോപണം ഉണ്ടാക്കി വീഡിയോ ഇടുക. ആ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് എല്ലാവരും ദീപക്കിനെ സപ്പോർട്ട് ചെയ്യുക, നീ ചെയ്ത് ശരിയല്ലെന്ന് പറയുക. അപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അവനെ അപമാനിച്ചിട്ട് ന്യായീകരിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ഇടുക. അങ്ങനെ സഹിക്കിട്ടിട്ടാണ് ആ പാവൻ ദീപക് എന്നൊരു യുവാവ് മരണപ്പെട്ടത്. പിന്നെ ദൃശ്യം 3 കണ്ടിട്ടാ അടിപൊളി, ഒരു രക്ഷയില്ല. എപ്പോഴത്തെയും പോലെ തന്നെ ദൃശ്യം ക്ലൈമാക്സ് കാണുമ്പോഴേക്ക് നമ്മളെ ഞെട്ടിച്ചെളിയുന്നുണ്ടല്ലേ യാസി? ഇങ്ങനെയുണ്ട് പൊളിച്ച്. ഫസ്റ്റ് കാണുന്നേരം കുറച്ച് ലാഗ് പോലെ തോന്നുന്നുണ്ടേ ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫ് മുതൽ ഇങ്ങനെ ത്രില്ലിൽ കൊണ്ടുപോയിട്ട് ക്ലൈമാക്സ് ആണ് ഞെട്ടിച്ച് കളയുന്നുണ്ട്. എന്തായാലും ഫോറിനുള്ള സ്കോപ്പും കൂടെ വെച്ചിട്ടാ പോയത്. ഇതൊരു സീരീസ് ആക്കരുതെന്ന് റിക്വസ്റ്റ് ഉണ്ട്. എങ്ങനെ വന്നാലും 3 പൊളിച്ച്. ഫസ്റ്റിനെയും സെക്കൻഡിനെയും പോലെ തന്നെ അതിന്റെ അപ്പുറത്ത് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് പൊളി. ഈ ഷിംജിത മുസ്തഫയുടെ വീഡിയോക്ക് താഴെ വളരെ മോശം ഭാഷയിൽ അവരെ പരാമർശിക്കുന്ന ആളുകൾ. ഷിംജിത മുസ്തഫ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. അവർ ചെയ്യുന്നൊരു വീഡിയോക്ക് താഴെ സൈബർ ആക്രമണം നടത്തുന്നത് ശരിയാണോ എന്നുള്ളതാണ്. അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലേ. കാരണം നമ്മുടെ നാട്ടിൽ ആരുടെയെങ്കിലും വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ജീവൻ ഒടുക്കിയ ആളുകളാണെങ്കിൽ, നമുക്കിപ്പോൾ ദിവ്യ എന്ന് പേരുള്ള കണ്ണൂരുള്ള ഒരു ജനപ്രതിനിധി ഉണ്ട്, ഒരു അവിടുത്തെ ജില്ലാ പ്രസിഡന്റോ അങ്ങനെ എന്തോ ഒരു വലിയ പൊസിഷനിൽ ഒരാളാണ്. അവരുടെ വാക്ക് കേട്ടിട്ട് ജില്ലയിലെ ഒരു വലിയ മുതിർന്ന ഒരു ഓഫീസർ തന്നെയാണ് ജീവനൊടുക്കിയത്. ആ ജീവനൊടുക്കിയ വിഷയം കേരളത്തിൽ വലിയ വിവാദമായിരുന്നു. അവരിപ്പോഴും പൊതുപ്രവർത്തനം നടത്തുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഇടലുണ്ട്, വീഡിയോസ് ഇടലുണ്ട്. അവർക്കൊന്നും ഇത്ര സൈബർ ആക്രമണം നേരിടാറില്ല. അതേപോലെ PK ശ്യാമള എന്ന് പേരുള്ള മറ്റൊരു ഇടതുപക്ഷ നേതാവും അവരുടെ വാക്ക് കേട്ടിട്ടും അവരെന്തൊക്കെയോ ചെയ്തിട്ടും ഇതുപോലൊരാൾ, ഒരു വ്യവസായി എന്ത് ചെയ്ത് ജീവനൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കാർക്കും ഇല്ലാത്തൊരു പ്രശ്നം ഈ ഒരു ഷിംജിത മുസ്തഫയ്ക്കെതിരെ വരാൻ എന്തായിരിക്കും കാരണം ഉണ്ടാവുക? മരണപ്പെട്ട ഒരാളോടുള്ള സ്നേഹമായിരിക്കാം ഒരു കാരണം. ദീപക് ഒരു ഇന്നസെന്റ് ആയ ഒരാളായിരുന്നു. ദീപക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവരെ സൈബർ ആക്രമണം നടത്തുന്നത്. ഈ സൈബർ ആക്രമണം നടത്തുന്നതിനോട് പേഴ്സണലി ഞാൻ യോജിക്കില്ല. അവർക്ക് നിയമപരമായിട്ട് കിട്ടാനുള്ള ശിക്ഷ അത് കിട്ടട്ടെ. അത് കിട്ടാനുള്ള നമ്മുടെ രാജ്യത്തൊരു നീതിന്യായ വ്യവസ്ഥയും ജുഡീഷ്യറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ പറയും ഞാൻ ഷിംജിതിനെ ന്യായീകരിക്കുകയാണ്, കാശ് തന്നിട്ടാണ് ഈ വീഡിയോ, ഷിംജിതിനെ നീ എന്തിനാ ഞാൻ ഷിംജിതിനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഇപ്പം ഈ നടത്തുന്ന സൈബർ ആക്രമണം എന്തല്ല, അതൊരു നീതിയല്ല, അതൊരു ആൾക്കൂട്ട ആക്രമണമാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ഇതിലൊരു മഹാഭൂരിപക്ഷം ആളുകളും സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ആൾക്കൂട്ട ആക്രമണം നടത്തുന്ന, നമ്മൾ ഫിസിക്കലി ഒരാളെ ഒരു കള്ളരാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തല്ലിക്കൊല്ലുന്നത് പോലെ സൈബർ ഏരിയയിൽ നടത്തുന്ന ഒരു കാര്യമാണ് ആൾക്കൂട്ട ആക്രമണമാണ് ഈ സൈബർ ബുള്ളിങ് എന്നുള്ളത്. സൈബർ ബുള്ളിങ് ഒരു പുരോഗമന സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമുള്ള സമൂഹത്തിനോ തലക്കകത്ത് എന്തെങ്കിലും ഒരു ബോധമുള്ള സമൂഹത്തിന് യോജിക്കുന്ന ഒരു കാര്യമില്ല. ഇപ്പോൾ ഷിംജിതക്കെതിരെ നീങ്ങുന്ന ഈ സൈബർ ആക്രമണം, അവരെന്ത് വീഡിയോ ഇട്ടാലും, അവരെ പേഴ്സണൽ കാര്യങ്ങൾ ഇട്ടാൽ, അവരെന്തെങ്കിലും കുറിപ്പിട്ടാൽ, അവർ സിനിമൻ്റെ റിവ്യൂ ഇട്ടാൽ അതിനെ വളരെ മോശം ഭാഷയിൽ അവരെ പരാമർശിക്കുക. ദീപക്കിന് വേണ്ടി സംസാരിക്കാം, പക്ഷെ സൈബർ ബുള്ളിങ്ങിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഷിംജിതനെ ന്യായീകരിച്ചുകൊണ്ട് പറയാമെന്ന് പറഞ്ഞിട്ട് വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു ക്രിമിനൽ ആണെങ്കിലും അല്ലെങ്കിൽ കുറ്റം ചെയ്ത ഒരാളാണെങ്കിലും അത് തീരുമാനിക്കാനുള്ളതും അവർക്ക് ശിക്ഷ കൊടുക്കാനുള്ളത് പബ്ലിക്കിൻ്റെ അവകാശമല്ല, അത് ഇവരുടെ ജുഡീഷ്യറി ഉണ്ട്. ഇവരൊരു വീഡിയോ ഇടുന്നതിനോട് സൈബർ ആക്രമണം നടത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ്. സൈബർ ആക്രമണം നടത്തുന്നവരൊരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ദീപക്കിനോടുള്ള സ്നേഹമാണ്. ചില ആളുകൾക്ക് പിന്നെ ഇവരൊരു മതം നോക്കിയിട്ട്, ഇവരെ വേഷം നോക്കിയിട്ട്, ഇവരെ സംസാരം നോക്കിയിട്ട്, ഇവരോടുള്ള പേഴ്സണൽ വെറുപ്പുകൊണ്ട് ഒക്കെ സൈബർ ആക്രമണം നടത്തുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണെങ്കിലും സൈബർ ആക്രമണം നടത്തുന്നതിനോട് പേഴ്സണലി ഞാൻ യോജിക്കുന്നില്ല. ഇവരങ്ങനെ ചെയ്തൊരു കുറ്റവാളിയാണെന്നുള്ളത് കൊണ്ട് ഇവരിനി ഒരു കാലത്തും മൂടിയിടാൻ പാടില്ല, ഇവരൊന്നും പറയാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു മനോഭാവം, അത് ശരിയാണോ? ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. കാര്യം ഞാൻ പറയാം, ഈ ഷിംജിതിനെ മതം നോക്കി എതിർക്കുന്ന ആളുകളുണ്ട്, അതേപോലെ ഷിംജിതിനെ മതം നോക്കി സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്.
അപ്പോൾ ഷിംജിതയുടെ പാർട്ടി മുസ്ലിം ലീഗായിരുന്നു, ഷിംജിത മുസ്ലിം ലീഗിൻ്റെ മെമ്പറായിരുന്നു. പക്ഷേ എവിടെയും ഷിംജിത മുസ്ലിം ലീഗുകാരെ ആയതുകൊണ്ട് ഒരു മുസ്ലിം ലീഗുകാരും അവരെ അന്യായമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഷിംജിതനെ മതം പറഞ്ഞ് എതിർക്കുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല, മതം പറഞ്ഞ് അനുകൂലിക്കുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യത്രേ ഉള്ളൂ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അതിൻ്റെ പേരിൽ അവരെന്ത് വീഡിയോ ഇടുമ്പോഴും അവരെ മാനസികമായിട്ട് തകർക്കുക, സൈബർ ബുള്ളിങ് നടത്തുക എന്ന് പറയുമ്പോൾ അതൊരു പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഇതിൻ്റെ പേരിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയണ്ട. പിന്നെ മതം പറഞ്ഞ് എതിർക്കുന്ന ആളുകളുണ്ട്, അതൊരിക്കലും അതിനെ അനുകൂലിക്കില്ല. പിന്നെ അവരെ മതം പറഞ്ഞ് എതിർക്കുന്ന ആളുകളാണെങ്കിലും അനുകൂലിക്കുന്ന ആളുകളാണെങ്കിലും അതും ശരിയല്ല. ഏറ്റവും അധികം സൈബർ ബുള്ളിങ് നേരിടുക ആരാന്നറിയോ? സ്ത്രീകളാണ്. അപ്പോൾ ഈ അടുത്ത് ഒരു പെൺകുട്ടി അപ്പിടാൻ മുട്ടിയിട്ട് ബസ് നിർത്താത്തതിന് പ്രശ്നം ഉണ്ടായില്ലേ? അപ്പിടാൻ മുട്ടാന്ന് പറഞ്ഞിട്ടില്ല, ബാത്റൂം എമർജൻസി എന്നൊരു നല്ല വേർഡാണ് അവർ പറഞ്ഞത്. ആ വേർഡും പറഞ്ഞില്ല, ബസ് നിർത്താതെ പ്രശ്നമായിട്ട് അത് ബസ്സൊക്കെ ഇടിച്ച് അതിൻ്റെ ചില്ലൊക്കെ ഇടിച്ച് പൊട്ടിച്ചില്ലേ, ആ ഒരു പെൺകുട്ടി അവർ മാപ്പ് പറഞ്ഞു, അവർ പിഴ അടച്ചു. എന്നിട്ടും അവരെ സൈബർ ബുള്ളിങ് നടത്തിയിരുന്നു. ഭയങ്കര സൈബർ ആക്രമണം. ആളുകളുടെ ഒരു മനോഭാവം, ഒരു ആൾക്കൂട്ട ആക്രമണത്തിന്റെ ഒരു ശൈലി ശരിയല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹാജിമാര്, ലക്ഷക്കണക്കിന് ഹാജിമാര്, കറക്റ്റായിട്ട് പറഞ്ഞാൽ 15 ലക്ഷത്തോളം ഹാജിമാര് മിനായിലേക്ക് വന്നു. മിനായുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ മിന എന്ന് പറയുന്ന താഴ്വര എന്ന് പറയുന്നത് ഏകദേശം മക്കയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലെ ഒരു 20 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള വളരെ വലിയൊരു താഴ്വരയാണ്. ഈ താഴ്വര നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ചെറിയ കുഞ്ഞായ മകൻ ഇസ്മായിൽ നബിയെ കൊണ്ടുപോയിട്ട് ബലിയെറുക്കാൻ കൊണ്ടുപോയത്. പകരം ഒരു ആടിനെ ബലിയെറുത്തത്. അത് ആ ഒരു കുഞ്ഞിനെ ബലിയെറുക്കുന്നതിനിടയിൽ തടസ്സം നിന്ന ശൈത്താനെ കല്ലെറിഞ്ഞത്. ഇങ്ങനെ ചരിത്രപ്രധാനമായ ഒരുപാട് പുണ്യം നിറഞ്ഞ ഒരു താഴ്വരയാണ് ഈ മിനാ താഴ്വര. മിനാ താഴ്വരയിലേക്ക് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. ചില ആളുകൾ പറയുന്ന അവിടെ പ്രവാചകന്മാരെ ഖബറുകളുണ്ട് എന്ന് പറയും ചരിത്രകാരന്മാരുണ്ട്. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്, ഒരു പള്ളി, മസ്ജിദുൽ കൈഫ് എന്ന പേരുള്ള ഒരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മിനാ താഴ്വരയിൽ ഒരു 15 ഇത്തവണ ഹജ്ജിന് വന്ന 15 ലക്ഷത്തോളം ഹാജിമാർ മിനായിൽ നിൽക്കും. ഈ മിനായിൽ ഓരോ വർഷത്തിലും ഇതിൻ്റെ ടെൻറ്റുകൾക്ക് വ്യത്യാസം വരലുണ്ട്. ഇത് ടെൻറ്റുകളുടെ നഗരം എന്നാണ് ശരിക്കും മിനേനെ അറിയപ്പെടുക. അത്രയും ടെൻറ്റുകളാണ്. മുമ്പൊക്കെ ഒരു കാലത്ത് ടെൻറ്റുകൾക്ക് തീ പിടിച്ചിട്ട് 100 കണക്കിന് വിശ്വാസികൾ വെന്തു മരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ടെക്നോളജി ഒക്കെ വളർന്നപ്പോൾ സൗദി അറേബ്യ ഏറ്റവും എന്താ പറയുക, മികച്ച സൗകര്യങ്ങളാണ് ഹാജിമാർക്ക് കൊടുക്കുക. നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിന് എടുക്കുന്ന പാക്കേജ് വലിയ ക്യാഷിൻ്റെ പാക്കേജ് ആണെങ്കിൽ വലിയ സൗകര്യങ്ങൾ, ചെറിയ പാക്കേജ് ആണെങ്കിൽ ചെറിയ സൗകര്യങ്ങൾ, ഇങ്ങനെയാണ് മിനയിൽ കിട്ടിയിരുന്നത്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഗ്രൂപ്പിൽ പോകുന്ന വളരെ കുറഞ്ഞ ചെലവിൽ പോകുന്ന ആളാണെങ്കിലും ലക്ഷറി സൗകര്യത്തിൽ പോകുന്ന ആളാണെങ്കിലും മിനായിലെ ടെൻറ്റുകളുടെ ഒരു പ്രത്യേകത എല്ലാം AC ആണ് എന്നുള്ളതാണ്. മുമ്പ് ഫാന്, എയർ കൂളർ ഇങ്ങനെയൊക്കെ വെച്ചിരുന്നതെങ്കിൽ മെച്ചപ്പെട്ട കാശ് കൊടുത്തെങ്കിലാണ് AC ഒക്കെ കിട്ടിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. സ്വദേശികൾക്കാവട്ടെ വിദേശികൾക്കാവട്ടെ മെച്ചപ്പെട്ട സൗകര്യമാണ്. നല്ല കട്ടിയുള്ള സോഫ, ആ സോഫ തന്നെ ബെഡാക്കി മാറ്റാം, അതിൽ തലയിണ, വെള്ളം, എല്ലാ സൗകര്യവും ഉണ്ട്. കാരണം നല്ല ചൂടാണ്, കനത്ത ചൂടിൻ്റെ സമയമാണ് ഇപ്പോൾ ഹജ്ജ് നടക്കുന്നത്. ഉഷ്ണക്കാറ്റ് അടിക്കുന്നൊക്കെ മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാ ഹാജിമാരും ശുഭവസ്ത്രം ധരിച്ച് ഹാജിമാരുടെ വേഷം ഇഹ്റാമിലായിട്ട് മിനായിലേക്ക് വന്നു കഴിഞ്ഞു. മിനായിൽ ഈ 20 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഭാഗത്ത് ഓരോ ടെൻറ്റുകൾ, ആ ടെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ടെൻറ്റിൽ 100 കണക്കിന് ആളുകൾക്ക് താമസിക്കട്ടോ. അപ്പോൾ ഇത് ഈ എന്താ പറയുക, ജിപ്സം ബോർഡ് കൊണ്ടൊക്കെയാണ് ഈ ടെൻറ്റ് നിർമ്മിച്ചത്. അതുകൊണ്ട് ചൂടിനെ കുറച്ചിട്ട് പ്രതിരോധിക്കാൻ കഴിയും. എന്നാലും ഭയങ്കര ചൂടാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലഗേജ് വെക്കാനുള്ള സാധനങ്ങൾ, മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ചാർജർ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഏറ്റവും പുതിയ രീതിയിലുള്ള, ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളുള്ള, ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള ഒരു ടെൻറ്റാണ് സൗദി അറേബ്യ ഇത്തവണ ഹാജിമാർക്ക് ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നേരത്തെ തന്നെ കഴിഞ്ഞ റമദാനിക്ക് ശേഷം തന്നെയാണ് ഇതിൻ്റെ നടപടികളൊക്കെ ആരംഭിച്ചിട്ട് ഇതൊക്കെ നേരത്തെ പൂർത്തീകരിച്ചു. ഈ മിനായിൽ താമസിച്ചിട്ടാണ് ഇനി നാളെ ചൊവ്വാഴ്ചയാണ് അറഫ. ആ അറഫയിലേക്ക് എന്ത് ചെയ്യും, ഹാജിമാർ നീങ്ങാൻ തുടങ്ങും. അത് മിനയിൽ നിന്നാണ് പോവുക. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, മിനായിലുള്ള ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ പേരെന്താണെന്നുള്ളതാണ്. മിന എന്ന് പറഞ്ഞാൽ ഒഴുകുക, ഒരുപാട് ബലി നൽകിയത് കൊണ്ട്, രക്തമൊഴുകിയത് കൊണ്ടാണ് എന്നൊക്കെ ആ മിന എന്നുള്ള പേരിലൊരു അർത്ഥങ്ങളുണ്ട്. എന്തായാലും വളരെയധികം അള്ളാഹുവിൻ്റെ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ നൂറാനിയത്ത് കിട്ടുന്ന ഒരു സ്പേസാണ് ഏത്, മിന എന്ന് പറയുന്നത്. മിനയാണ് ഹജ്ജിനൊരു പ്രധാന ഇടം.
അവിടെയാണ് കുറച്ച് ഏറെ ദിവസങ്ങളൊക്കെ താമസിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരുടെ പ്രിയപ്പെട്ടവരും ഇപ്പോൾ ഹജ്ജിനൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ മനസ്സിൽ കാണുക, നമ്മളിപ്പോൾ മിനയിലാണ് നിൽക്കുന്നത്. ഇതാ നമ്മൾ മിനയിൽ നിന്നിട്ട് ചൊവ്വാഴ്ച നമ്മൾ അറഫയിൽ പോകും. അറഫയിലെ ജബലുർ റഹ്മ, ആ മലയും മലയുടെ താഴ്വരകളൊക്കെ അടങ്ങുന്ന ഒരു പ്രദേശമാണ് അറഫ മൈതാനം എന്നൊക്കെ പറയാം. ഇൻഷാ അല്ലാഹ് അറഫ മൈതാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിന് അതായത് മുൻപത്തെ അറഫ മൈതാനം എന്നല്ല ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ ടെക്നോളജി ഒക്കെ മാറി. ഇൻഷാ അല്ലാഹ് നമുക്കത് നാളെ പറയാം, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു മിനയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. ഈ മിനയിലുള്ളൊരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.